എക്സാലോജിക് CMRൽ സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിദേശ പണമിടപാടുകൾ അന്വേഷിക്കാൻ ഇഡി വീണ്ടും വീണയെ ചോദ്യം ചെയ്യും. ഡി ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ഈ ഒരു എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇഡി. കൂടാതെ തന്നെ വിദേശ പണമിടപാട് അന്വേഷിക്കാനുള്ള വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അടക്കം കടക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രി വൈകിയാണ് ഇഡി ഇത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. അതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, 85 ലക്ഷം രൂപ വിദേശത്തേക്ക് വീണ ടി കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ പൈസ ആരിലേക്കാണ് പോയത് എന്നത് കണ്ടെത്തണം. അത്തരത്തിലുള്ള വിദേശ പണം ഇടപാട് നടത്തണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അനധികൃതമായി പണമിടപാട് നടത്തുകയാണെങ്കിൽ അത് ഫെമയുടെ ലംഘനമാണ്. അതായത് വിദേശത്തേക്ക് പണം കൈമാറുന്നത് കേന്ദ്ര ഏജൻസികളുടെ അനുമതിയോടുകൂടി മാത്രമേ പാടുള്ളൂ, അതല്ലെങ്കിൽ ബാങ്ക് വഴിയേ പാടുള്ളൂ. ഇത്തരത്തിലൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാതെ തന്നെ ഈ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് ഫെമ ലംഘനമാണ് എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ആ സാഹചര്യത്തിൽ അവിടെ ഈ 85 ലക്ഷം രൂപ വിദേശത്ത് ആരാണ് സ്വീകരിക്കാൻ ഉള്ള കാര്യം എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇഡിക്ക് വേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരിക്കൽ കൂടി ടി വീണയെ ചോദ്യം ചെയ്യാൻ സാധ്യത ഉയർന്നിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ 2 പ്രാവശ്യം വീണയെ ചോദ്യം ചെയ്തിരുന്നു. ഈ 85 ലക്ഷം രൂപയുടെ ഇടപാട് സംബന്ധിച്ച രേഖകൾ കിട്ടിയത് മെയ് മാസം 27-ാം തീയതി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇഡി സംഘം നടത്തിയ പരിശോധനയിലാണ്. അന്ന് ഒരു ഡയറി കിട്ടിയിരുന്നു. ആ ഡയറിയിൽ കയ്യെഴുത്തായി രേഖപ്പെടുത്തിയിരുന്നതാണ് ഈ 85 ലക്ഷം രൂപയുടെ ഇടപാട്. ഇതുകൂടാതെ ഏകദേശം 20 കോടിയോളം രൂപയുടെ മറ്റ് ഇടപാടുകൾ കൂടി നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം അനിവാര്യമാണ്. അതിനുമപ്പുറം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇഡി കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന റെയ്ഡ് ചെന്ന് എത്തുന്നതും ഈ 20 കോടിയുടെ ഇടപാടുകളിലേക്കാണ് എന്ന് ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വീണ ടിയുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വീണ ഉപയോഗിച്ചിരുന്ന സിം കാർഡിലും ചില സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള ഒരു സിം കാർഡാണ് വീണ ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ വീണ്ടും ഇഡിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ ഇഡി എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ആ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരെ വിളിപ്പിക്കാൻ, അതായത് ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് നേരത്തെ CMRലുമായി ബന്ധപ്പെട്ട് 2.78 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടായിരുന്നു ഇഡി ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. അത് SFIOയുടെ കണ്ടെത്തലായിരുന്നു. കാരണം സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൂടുതൽ വലിയ തരത്തിൽ ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇഡി വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ, വീണ താമസിക്കുന്ന വീട്ടിൽ നിന്നും നടത്തിയ, അല്ലെങ്കിൽ അന്ന് നടത്തിയ പരിശോധനയിൽ കിട്ടിയ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ എന്തിനാണ് 20 കോടിയുടെ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കൊക്കെയാണ് പങ്കുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് ഇഡി ഇനി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ തന്നെ പരിശോധന നടത്തിയത്. അതിൽ CPIMൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ വ്യക്തിപരമായും ഒക്കെയുള്ള പല ആളുകളുടെയും അക്കൗണ്ടുകൾ പരിശോധിച്ചും അവരുടെ വീടുകളിൽ പരിശോധന നടത്തിയും ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ഈ വിഷയങ്ങൾ ഇഡി നടത്തുന്നത് ഒരു രാഷ്ട്രീയപരമായ പകപോക്കലിൻ്റെ ഭാഗം എന്നാണ് ഇപ്പോൾ എല്ലാവരും CPIMൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം 23-ാം തീയതി കോഴിക്കോട് വലിയ തരത്തിലുള്ള ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇഡിയുടെ വേട്ടയാടൽ അവസാനിപ്പിക്കണം എന്നാണ് അതിൽ പ്രധാന ആവശ്യം. കാരണം ഇത്തരത്തിൽ ഇടപാടുകൾ ഓരോന്നോരോന്നായി ഓരോ ദിവസവും ഉയരുമ്പോഴും അതിൻ്റെ അവസാന ചോദ്യം എന്ന നിലയ്ക്ക് എത്തിച്ചേരുന്നത് CPMലേക്കാണ്. അത് കൂടുതൽ നാളിങ്ങനെ സഹിച്ചു കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യക്തമായൊരു വിശദീകരണം അനിവാര്യമാണ് എന്നുള്ളതും ഇഡിയുടെ ഈ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇഡി വലിയ തരത്തിൽ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്ന തരത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്ന നിൽക്കുന്ന
ശ്രമിക്കുന്നു എന്നാണ് CPIMന്റെ ഇപ്പോഴത്തെ ആരോപണം. അതുകൊണ്ട് തന്നെയാണ് അവർ വിശാലമായ ഒരു വിശദീകരണ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയപരമായി ഈ വിഷയങ്ങളെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ CPIMന്റെ തീരുമാനം. അതേസമയം ED ആകട്ടെ അവരുടെ അന്വേഷണം കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്താക്കുറിപ്പിൽ ലഭിക്കുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.